ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഇൻട്രൊഡക്ഷൻ ആട്ടോ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കൊടുക്കുന്നത്. ഇതല്ലാതെ വേറെ എന്ത് പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഈ സമയത്ത് വ്ലോഗ് എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ആങ്ങളയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തിരക്കും കാര്യങ്ങളും, അപ്പോൾ വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ കല്യാണം കഴിഞ്ഞവർക്ക് ചെറിയൊരു വിരുന്ന് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് അവർ വിളിച്ചേക്കാട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ രാവിലെ ഒന്നും തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോഴാണ് പറയുന്നത് നമുക്ക് ഇന്ന് തന്നെ അങ്ങോട്ട് കൊടുക്കാം. മാത്രമല്ല ഇന്ന് ആങ്ങളയുടെ ബർത്ത്ഡേയും കൂടെ, അപ്പോൾ ചെറിയൊരു കേക്ക് മുറിയും അതിൻ്റെ ഒപ്പം ഈ ഒരു വിരുന്നും കൂടെ ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഇന്നെന്തായാലും അങ്ങനത്തെ ഒരു വ്ളോഗാകട്ടെ എന്ന് കരുതി. അപ്പം ഇക്കാക്ക ഇവിടുന്ന് ഇവാനയും കൊണ്ട് അവരെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പം ഇവായും കൂടി ഇല്ലാത്ത കാരണം ഇന്ന് വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്തു തന്നെ അങ്ങ് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ അടുക്കളയിൽ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കേണ്ട സാധനം, അതായത് ഒരു പുഴമീനാട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇത് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഉമ്മിച്ച് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വറുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേ കരിമീനുണ്ട്. ഇത് കരിമീൻ മപ്പാസ് വെക്കാനാണ്. ചെറിയ അത്യാവശ്യം ഇടത്തരം വണ്ണവും വലിപ്പമൊക്കെ ഉള്ള ഒരു തരം കരിമീനായിരുന്നു. പിന്നെ നമ്മുടെ ബീഫ് ബിരിയാണിയുടെ ബീഫ്, വാരിയലും ബീഫും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളതാട്ടോ. അപ്പോൾ ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, ഇപ്പോൾ ബീഫ് ബിരിയാണി, പിന്നെ കരിമീൻ മപ്പാസ്, പിന്നെ ഇത് ഒരു പുഴമീൻ്റെ കറി, അതിൻ്റെ ഫ്രൈ. അപ്പോൾ ഇതെല്ലാം, പിന്നെ പത്തിരി സാധനങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ പരിപാടികൾ. ഇതാ നമ്മുടെ മീനൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു കായൽ ടൈപ്പ് മീനാണ്. ഇത് കഷ്ണിച്ചിട്ടുണ്ട്. ഉമ്മ ഇതൊന്ന് കഴുകിയൊക്കെ ഒന്ന് ഉരച്ച് ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഒന്ന് എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറി വെക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇത് കഴുകുമ്പോഴത്തേക്കിനും നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ കരുതിയത്. അതിന് ഇഞ്ചി, വെളുത്തുള്ളി, സവോള, തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് എടുത്തിട്ട് നിൽക്കാം. ഈ തക്കാളി നല്ല ഉടഞ്ഞ് ചേർന്ന് വന്നാൽ കറിക്ക് നല്ല ടേസ്റ്റാണ്. അതായത് ഈ ഒരു പുളിയും ഉപ്പും എല്ലാം കൂടെ ബാലൻസ്ഡ് ആയിട്ട് വരുമെന്നാണ് പറയാറ്. അതായത് ഒന്നിച്ച് കറി വെക്കുമ്പോൾ പറയാറ്. ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ച് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പിന്നെ അതേപോലെ ഇഞ്ചി, ഇത്രയും സാധനങ്ങളും ചതച്ച് കൂട്ടി, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അതൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ കുടംപുളി, തക്കാളിയും കൂടെ ചേർത്ത്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ കുറേ ഇട്ട് ഇതാക്കുന്ന ഇതും ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് കറി സെറ്റ് ചെയ്ത് ആദ്യം ഈ ഒരു പുഴമീൻ നമുക്ക് തുടങ്ങാമെന്ന് എഴുതി. ഇനിയിപ്പോൾ ബീഫുണ്ട്. ബീഫ് ഞാനിപ്പം ഉച്ച ആവുന്നുള്ളൂ. അപ്പോൾ ബീഫ് ഒന്ന് വേവിച്ച് ഒന്ന് വെക്കാമെന്ന് എഴുതി. വേവിച്ചൊക്കെ വെച്ച് കഴിയുമ്പോൾ പിന്നെ വൈകുന്നേരം കയറിയിട്ട് ബിരിയാണി വെച്ച് മസാലയൊക്കെ കുറുക്കി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ ഒന്നും കൂടെ കുറുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വെള്ളം ചേർത്ത് നമുക്ക് മീനൊക്കെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇടാട്ടോ. കറിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. മീൻ എടുക്കുമ്പോഴത്തേക്കിനും കറി പതുക്കെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും മീനും കൂടെ ആഡ് ചെയ്യാം. ബാക്ക് വശം ഒന്നും നോക്കണ്ട. ബാക്ക് വശമൊക്കെ മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും മൊത്തത്തിൽ ഇവിടെ മൊത്തം ഈ അറ്റം മുതൽക്ക് അറ്റം വരെ നിറച്ച് സാധനങ്ങളാണ്. അവിടെ ഞാൻ ചോറൊക്കെ വടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കഴുകി വാരി വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ അതായത് നമ്മുടെ വർക്ക് ഏരിയയുടെ അവിടെ ഉമ്മിച്ച് കരിമീൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിനും ഉമ്മ ഒരു കാര്യം ചെയ്താൽ അതാകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും. അതുകൊണ്ടാണ് രണ്ടുപേരും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ കറി റെഡി ആകുമ്പോഴത്തേക്കിനും എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ, ബീഫിനകത്ത് കുറച്ച് ഇങ്ങനെ നെയ്യ് കൂടുതലുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് നെയ്യ് ആയി കഴിഞ്ഞാൽ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതായത് ഒരുപാട് നെയ്ച്ചോവ വരുമല്ലോ. പിന്നെ അന്ന് കുറച്ച് നെയ്യൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇത് നമുക്കിനി കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് നെയ്യ് ഞാൻ മാറ്റി ഫുള്ളായിട്ട് കളയുന്നില്ല, മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഇനി എങ്ങാനും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാമല്ലോ. അപ്പോൾ അത് കാരണം
ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ മാറ്റി വെക്കുക എന്നുള്ളൂ. കുറച്ച് നെയ്യ് മാത്രം, ഒരുപാട് നെയ്യായി കഴിഞ്ഞാൽ കഴിക്കാനും ബുദ്ധിമുട്ടാക്കി, നമുക്ക് പെട്ടെന്ന് മട്ടിക്കുകയും ചെയ്യും. അപ്പോൾ അത് കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്തിടാമല്ലോ. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. കറി അപ്പോഴത്തേക്കിന് റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ടേസ്റ്റിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം കറി ഓൾമോസ്റ്റ് നല്ല കുറുകി പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം കറിയുടെ കാര്യം ഓക്കെ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രത്തോളം നെയ്യുണ്ടായിരുന്നു ഈ ഒരു സാധനത്തിൽ നിന്ന്. അപ്പോൾ ഇത് നമ്മൾ കഴുകി പിന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടണം. അപ്പോൾ നമ്മൾ 2 കുക്കറിലായിട്ടാട്ടോ ബീഫ് വെക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ബീഫും ഉണ്ട്, പിന്നെ നല്ലോണം വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 കുക്കറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം കഴിയും. ഇപ്പോൾ 2 കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്ക് ബീഫ് ഇട്ടിട്ട് മസാല ചേർത്ത് കൊടുക്കാം. മസാല എന്ന് പറയുമ്പോഴത്തേക്കിനും അങ്ങനെ ഒരുപാട് മസാല ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഒരുപാട് മസാല ഒന്നും ചേർക്കാത്ത ടൈപ്പ് ബിരിയാണിയാണ് വെക്കുന്നത്. നേരത്തെ വീഡിയോയിലൊക്കെ ഉള്ള പോലെ തന്നെ സാധാ ഒരു നമ്മുടെ അധികം മസാല ഒന്നും ചേർക്കാത്ത ടൈപ്പ് ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പം അതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഉപ്പ് കുറച്ച്, പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എനിക്ക് കൈക്കണക്ക. ഇത് ഗരം മസാല. ഞാൻ മിക്കതും കൈക്കണക്കിട്ടിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് സ്പൂണിൽ കറക്റ്റായിട്ട് എനിക്കറിയില്ല. പിന്നെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്പൂണിൽ എൻ്റെ കൈയളവ് സ്പൂണിൽ അളന്നിട്ടാണ് എടുക്കാറ്. കൈയളവാണ് കുറച്ചും കൂടെ എനിക്ക് ആക്യുറേറ്റായിട്ട് കിട്ടുന്ന സംഭവം. പിന്നെ അതേ കുരുമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും സാധനങ്ങളിട്ട് നമ്മുടെ ബീഫ് ഒന്ന് വെന്ത് എടുത്താൽ മതി. വേറൊന്നും ചേർക്കുന്നില്ല. വേറെയൊക്കെ നമ്മൾ പാനിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂട്ടിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം വേറൊന്നും നമ്മൾ ചേർത്ത് ഈ 3 സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അത് വെന്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം അത്ര ആഡ് ചെയ്യും. ഈ കുറച്ച് വെള്ളം. ബിരിയാണിക്ക് ആയതുകൊണ്ട് അധികം വെള്ളം വേണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് മൂടിയിട്ട് ബീഫ് നല്ലോണം വെന്ത് കിട്ടണം. അതായത് ഹാഫ് കുക്ക് പോരാ. നമുക്ക് ബീഫ് ബിരിയാണിക്ക് നല്ല ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്കൊന്ന് വെന്തോട്ടെ. അപ്പോൾ നമുക്കിതിന് ക്ലോസ് ചെയ്തിട്ട് അടുത്ത കുക്കറിലും ഇതേപോലെ നിറയ്ക്കാം. ഇത് നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം. നെക്സ്റ്റ് അതേപോലെ തന്നെ വേറൊരു കുക്കർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കുക്കറുണ്ട്, കുഴപ്പമില്ല. ഇവിടെ വലിയ കുക്കറില്ല. ബാക്കിയുള്ളതും കൂടെ കൊടുക്കാം. കുക്കിങ് ഒരു സംഭവം എനിക്ക് അടുക്കളയിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാത്രം കഴിയൊന്നുമില്ല, മീൻസ് അടുക്കളയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാകം ചെയ്യുക, അതൊക്കെ ഭയങ്കര ഇഷ്ടം. ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് പ്രൈസ് ചെയ്ത് പറയത്തില്ല, അതൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ കിച്ചണിൽ കയറാൻ ഇഷ്ടമുള്ളവർ? അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താ പറയുക, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ, പിന്നെ പല പല ഡിഷസൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും മടിയുള്ള കാര്യം എന്ന് പറയുമ്പം ഇതൊക്കെ ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുമ്പോൾ പാത്രം കഴുകത്തില്ലേ, അത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. കാരണം ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് കുറച്ച് എന്താ പറയുക
മടുത്തിരിക്കുമായിരിക്കും. കുക്ക് ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി ക്ഷീണിച്ച് കഴിയുമ്പോഴായിരിക്കും ഈ പാത്രം കൊണ്ട് കാണുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നില്ല. പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാത്രങ്ങൾ ഓൾമോസ്റ്റ് വൃത്തിയാക്കി. അപ്പോൾ എന്താ കുക്ക് ചെയ്ത് തീരുമ്പോഴത്തേക്കും പാത്രവും കഴുകിയൊക്കെ തീരും. അപ്പോൾ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ അടുത്തേയും കൂടെ മിക്സ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേ 2 കുക്കറിലായിട്ട് നമ്മൾ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. 2 കുക്കറിൽ അത്യാവശ്യം ഫ്ലെയിം നിൽക്കുന്നിടത്ത് കേട്ടോ രണ്ടും വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് റെഡിയായി. അപ്പോൾ വൈകുന്നേരം വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം മിക്സ് ചെയ്ത് റെഡിയാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു ജോലി ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്നാണ് കരുതിയിട്ട് വെക്കുന്നത്. പിന്നെ നിങ്ങൾ അപ്പുറത്ത് നിന്ന് ഇപ്പോൾ കുറേ തട്ടലും മുട്ടലും കേട്ടില്ലേ, അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതോ കരിമീനല്ലേ, പച്ചയാണോ അമ്മ? പച്ചയാ, സാധനം പച്ചയാ. ഇനി തേക്കണോ അതോ തേക്കാൻ വേണം കിടക്കാൻ. ഇത് ഇച്ചിരി പുളിയും ഇച്ചിരി വിനാഗിരിയും കൂടെ ഇട്ട് പുളി ഇട്ടാൽ മതിയായിരുന്നു. ഇച്ചിരി പിഴുപുളിയും പിന്നെ ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ച് ഇച്ചിരി നേരം അവിടെ ഇട്ടേക്കാം. അന്നേരം ഇതൊക്കെ അങ്ങ് വെളുക്കും. ഇതതുപോലെ ചെത്തി എടുക്കാൻ പറ്റുന്നില്ല. ഇത് 2ആയിട്ട് കഷ്ണിക്കണം അമ്മ. അതെ, അന്ന് ഞാൻ കഷ്ണിച്ചോളം കറി വെക്കാൻ നേരത്ത്. പുറഞ്ചം വിസിലടിക്കുക. 2 എത്തി വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ 4 വിസിലായിട്ടുണ്ട്, ഒരെണ്ണത്തിൽ 3 വിസിലായിട്ടുണ്ട്. ഇനി അത് ഞാനൊരു 5 വിസിൽ പോട്ടേന്ന് കരുതി, കുറച്ച് നല്ലപോലെ വേഗണമല്ലോ. ഇനിയത്തെ എൻ്റെ പരിപാടി വിസിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മപ്പാസിനുള്ള തേങ്ങയും കൂടെ ഒന്ന് അരച്ച് വെക്കണം. തേങ്ങ അരച്ച് പാലെടുത്ത് മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഒന്ന് ചിരണ്ടി മാത്രം വെച്ചാൽ മതി എന്നാണ് കരുതുന്നത്. വൈകുന്നേരം ഉണ്ടാക്കിയാൽ മതില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷായി കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. ക്ലാസ്സിന് പോകുന്ന കാര്യം അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അപ്പോഴത്തേനും അവർ വരുമെന്ന് തോന്നുന്നുണ്ട്. then നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് പോയിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി ഒക്കെ റെഡിയാക്കാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുക്കളയിൽ ഏകദേശം എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചു ഫ്രഷായി വന്നു. പിന്നെ ചോറ് ഉണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഉണ്ടാക്കിയ കറിയില്ല, ആ കറി കൂട്ടിയിട്ട് ചോറ് തിന്നു. പിന്നെ എനിക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവിടെ എനിക്കൊരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫാബ്രിക് ബോക്സ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ആ റൂമിലേക്ക് വന്നതാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എടുത്തത്. ചെയ്യുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല, അവിടെ എവിടെയും വെട്ടലും പിടിക്കലും ഒക്കെ ആയിട്ട്. ലാസ്റ്റ് കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓൾറെഡി ഇന്നലെ രാത്രി ഞാൻ എല്ലാം ചെയ്ത് വെച്ചേക്കായിരുന്നു. പിന്നെ അതിനകത്ത് അറേഞ്ച് ചെയ്യാനും ഫാബ്രിക്കുകൾ അറേഞ്ച് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫാബ്രിക് ബോക്സ് എന്ന് പറയുമ്പോഴത്തേനും അത് എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കുന്നത് ഈ ഒരു സംഭവം. അപ്പോൾ അവർ ഫാബ്രിക് കവർ ചെയ്യാൻ എന്തെങ്കിലും പേപ്പർ വെച്ചിട്ട് ഞാനൊരു ജീൻസിൻ്റെ ഫാബ്രിക്, ആ ഒരു ഡെനീമിൻ്റെ ഫാബ്രിക് വെച്ചിട്ട് കവറൊക്കെ ചെയ്തിട്ട് ഒരു ചെറിയൊരു ബോക്സ് കണ്ടില്ല, ഒരു ബോക്സ് പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. അത് ഈ പഠിപ്പിക്കുമ്പോഴത്തേക്കിനും ഉപയോഗിക്കുന്ന എന്തോ സംഭവം. പല തരത്തിലുള്ള ഫാബ്രിക്കുകൾ ഏതാണെന്ന് വെച്ചാൽ അത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്കപ്പോൾ തോന്നിയതുപോലെ ഒരു ജീൻസ്, ഇവിടെ ഉപയോഗിക്കാത്ത ജീൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ബോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് കവർ ചെയ്ത് ഇതേപോലെ 3 ചാർട്ട് പേപ്പറിൽ 3 പൂവൊക്കെ ഉണ്ടാക്കി. പിന്നെ ആ പോക്കറ്റ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഇതിനകത്ത് വെച്ച ഫാബ്രിക്കുകൾ തന്നെ ജസ്റ്റ് ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയൊക്കെ വെച്ച് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വെച്ചു. അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ അതായിരുന്നു ഞാൻ പഠിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ചെയ്യാനായിരുന്നു. അപ്പോൾ അവർ വർക്ക് വന്നത് ചെയ്ത് മിസ്സിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂമിൽ വന്നത്. ഇനി നേരെ അടുക്കളയിലേക്ക് പോകണം. അതായത് നമ്മൾ ബീഫൊക്കെ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തേങ്ങ ഒക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചെന്നിട്ട് ബീഫ് വെന്തോന്ന് നോക്കണം. പിന്നെ പാലൊക്കെ പിഴിഞ്ഞ് മപ്പാസാക്കാന്ന് കരുതി. പിന്നെ അവർ വന്നിട്ടില്ല, അവരിപ്പോൾ എത്തുമെന്ന് വിളിച്ചപ്പോഴത്തേനും ഇപ്പം എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കിനും ആ ചെറിയ കാര്യങ്ങളെടുത്ത് വെച്ചാൽ കുറച്ച് നേരം അവരോട് ഇരുന്നിട്ട് പിന്നെ അടുക്കളയിൽ കയറി ബിരിയാണിയൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുക്കളയിലോട്ട് പോകട്ടെ. ഇതൊന്ന് എടുത്ത് വെക്കണം. ബാക്കിലോട്ട് നോക്കണ്ട, അവിടെയൊക്കെ തുണിയൊക്കെ മടക്കി ഇങ്ങനെ വെച്ചൊക്കെ ഉണ്ടാവും. ഇനി അത് എനിക്ക് എടുത്ത് വെക്കണം. ഇപ്പം ഞാൻ അലക്കി വൃത്തിയാക്കി വിരിച്ചിട്ട് ബാക്കി അവിടെ കിടന്ന തുണികൾ മടക്കി കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഇതിനെ എനിക്ക് കബോർഡിലേക്ക് എടുത്ത് വെക്കണം. ഇതെൻ്റെ റൂമാണ്. അപ്പോൾ ഇതൊന്ന് എടുത്താൽ വെക്കട്ടെ. നമുക്കിനി നേരെ അടുക്കളയിലോട്ട് പോകാം. അപ്പോഴത്തേക്ക് ലൈറ്റ് ഓഫ് ചെയ്തു.
മൊത്തം ഇരുട്ടായി അപ്പം ഇവിടുത്തെ പ്രത്യേകത ഇപ്പോൾ കണ്ടില്ല, ഞാൻ റൂമിൽ നമ്മൾ കഥ അടച്ച് കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഇരുട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറം ഇപ്പുറമൊക്കെ റബ്ബറ. അതാണ് കേട്ടോ. ഇപ്പം ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ ഉമ്മിച്ച് സവാളയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം കയ്യേറും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോവാം. ഇടിച്ചു പൊളിച്ചാട്ടോ വരുന്നത്. അപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ അത് ജസ്റ്റ് ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫോൺ വെച്ചിട്ട് പിടിക്കാൻ പാടാം. ഇനി വേണ്ട ഇതിപ്പോൾ ഞാൻ പറയട്ടെ, സത്യത്തിൽ ആക്ച്വലി ഇതിപ്പോൾ ഞാൻ 3 പ്രാവശ്യമായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല വേവുള്ള എന്താ പറയുക ബീഫായിരുന്നു കേട്ടോ. ഇപ്പം 3 പ്രാവശ്യമായിട്ട് ഒരു 15 വിസിലെങ്കിലും പോയിട്ടുണ്ടാവും. നല്ല വേവുണ്ടായിരുന്നു ബീഫിന്. എന്നിട്ടും എന്തോന്ന് അറിയില്ല, നോക്കട്ടെ. വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു വിസിലും കൂടെ അടിക്കാം. ഇനി ഒറ്റൊരു വിസിലും കൂടെ വെച്ചാൽ കറക്റ്റ് പാകമായിട്ട് കിട്ടും. അപ്പോൾ അതിനും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയത്തെ പരിപാടി ഇപ്പോൾ ഇവർക്ക് ഞാൻ വെള്ളമൊക്കെ കൊടുത്തിട്ട് അവിടെ അലങ്കോലമായിട്ട് കിടക്കാം. ഇനിയത്തെ പരിപാടി നമ്മുടെ കരിമീൻ പുളിയും ഇച്ചിരി ഇതും കൂടെ ചെത്തിയിട്ടും ഇത് പോണുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്ന് വിചാരിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇത് ഇനി ഒന്ന് റെഡിയാക്കണം. കരിമീൻ മപ്പാസ് അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കരിമീനൊക്കെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെയാണ് ഒന്ന് തേച്ച് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. തേച്ച് കഴുകാന്ന് വെച്ചാൽ ആ ഒരു കറുപ്പ് കളറ് പോകില്ല. അപ്പോൾ അതൊന്നും ഇങ്ങനെ തേച്ച് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയത്തെ പരിപാടി നമ്മളിപ്പോൾ മപ്പാസ് ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ഇതൊന്ന് വരഞ്ഞെടുക്കണം. ഇപ്പം ഒരു 6-7 കരിമീൻ ഉണ്ട് ഇടത്തരം ഇതുള്ളത്. അപ്പോൾ ഇത് ഒന്ന് വരഞ്ഞ് വെക്കാം. മപ്പാസ് ഞാനിപ്പോൾ മപ്പാസ് വെക്കുന്നത് ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യം കേട്ടോ. ആദ്യം ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് 2ാമത്തെ പ്രാവശ്യം നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ അതിങ്ങനെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ കിടിലൻ ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല പാലൊക്കെ ചേർക്കുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഇപ്പം ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ ചെയ്താലും നല്ലതായിട്ട്. അതായത് വെളിയിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു ഉണ്ടാക്കാൻ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ. പിന്നെ പാസ്മിന് അധികം തേങ്ങയുടെ ആ ഒരു പ്രോസസ്സിൻ്റെ ഒരു പ്രശ്നമല്ലാതെ വേറെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാനും പറ്റും. അപ്പം ഇതുണ്ടാക്കിയിട്ട് വേണം ബിരിയാണിക്കുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ബിരിയാണിയുടെ ഞാൻ ഒരു വിസിലടുപ്പിക്കാൻ വെച്ചല്ലോ, അതടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫും വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അരിഞ്ഞ് സാധാരണ നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്യാനിട്ട് കഴിഞ്ഞാൽ ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ അവർക്ക് ഞാൻ ഇപ്പോൾ വന്നപ്പോഴത്തേക്കിനും ചായ എടുത്തിട്ടില്ല, വെള്ളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചായക്ക് വെക്കണം. അപ്പം ആങ്ങളെ നാട്ടിന് എത്തിയിട്ടില്ല. അവർ ബൈക്കിനാട്ടോ വരുന്നത്. ഇക്കാക്ക ഇത്രയും പേരും ഉള്ളത് തന്നെ അവർ കാർ എടുക്കാതെ ഇക്കാക്ക പോയി വിളിച്ചിട്ടാണ് വന്നത്. അപ്പം ഇത്രയും പേരെ ഇങ്ങ് കൊണ്ടുവന്നു. ഉപ്പിച്ചീന പിന്നെ ഞങ്ങളുടെ കടയിൽ അവിടെ കടയിൽ ആക്കിയിട്ട് ഇവരായിട്ട് ഇങ്ങ് വന്നു. അപ്പോൾ ആങ്ങളെ നാത്തൂന് എത്തിയിട്ടില്ല. അവർ ബൈക്കിന് വന്നുകൊണ്ടിരിക്കുക. അപ്പം അവർ വരുമ്പോൾ ഞാൻ അവർക്ക് ചായ ഇടാനും കടി കഴിക്കാനൊക്കെ കൊടുക്കണം. അപ്പോഴത്തേക്കിനും ഇതൊന്ന് വറുക്കാനിട്ട് കഴിഞ്ഞാൽ ആ പരിപാടി ഞാൻ വിചാരിക്കുന്ന ഒരു 7-7:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കൊരു 9 മണിയാകുമ്പോഴത്തേക്കിനും കഴിക്കാൻ കൊടുക്കും എന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പം എന്തായാലും ഇതൊന്ന് നന്നാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ നന്നാക്കിയ വെച്ച് മസാല ചേർക്കാം. മസാല എന്ന് പറയുമ്പോഴത്തേക്കിനും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ഇത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സാധാ മീനിൻ്റെ മസാല ചേർക്കത്തില്ല. അതിലും കുറച്ച് സാധനം വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് മസാല നമ്മൾ മീൻ വറുക്കുന്ന പോലെ നിറയെ മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്താൽ മതി. വേറെ ഒരുപാട് തിക്ക് മസാല ചേർക്കണമെന്നോ ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ്, എനിക്ക് വേറെ അറിയില്ല അങ്ങനെ വേറെ എല്ലാ റെസിപ്പി ഇതിന് ഉണ്ടോയെന്ന്. ഞാൻ അന്ന് ചെയ്ത് നോക്കിയത് ഈ ഒരു റെസിപ്പിയാണ്. അത് നല്ല രീതിക്ക് വരികയും ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് കാരണം ആ റെസിപ്പി തന്നെയാട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും സാധനം ഇട്ടിട്ട് ഒന്ന് കുഴച്ച് വെക്കാം.
ഇത്രയും മസാല ചേർത്തിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നും ഇല്ല. ഒരു 5-10 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് വെച്ചാൽ മതി. അധിക നേരം ഒന്നും റെസ്റ്റ് ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. വേണമെങ്കിൽ വെച്ചാൽ മതി, അധികം നേരം ഒന്നും വെക്കണ്ട കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ ഞാൻ. തേങ്ങ അതല്ലേ, തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ കൈ തട്ടി വന്നു. അത് ഉമ്മിച്ച് കേട്ടോ ചിരണ്ടിയത്. ഞാൻ തേങ്ങ ചിരണ്ടാന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞാൽ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഉമ്മ എല്ലാം ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലോട്ട് എടുക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെയൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ഇത് നമ്മുടെ വെളിയിലോട്ട് പോകുന്ന വഴിയാട്ടോ. കാരണം അവിടെ നിന്ന് അവരുടെയൊക്കെ ഒച്ച നല്ലോണം കേൾക്കാം. അപ്പോൾ അത് കാരണം ഞാനത് ക്ലോസ് ചെയ്തിട്ടാട്ടോ നിൽക്കുന്നത്. കാരണം ഞാൻ അതൊരു വോയിസ് ഇങ്ങനെ കൊടുത്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ ഇങ്ങനെ കൊടുത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം ഇനി ഒച്ച വന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ എല്ലായിടും ഒന്ന് ക്ലോസ് ചെയ്ത് കേട്ടേക്കുക. ബാക്കിലേക്കുള്ള ഇത് അതെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നാൽ പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, വെളിയിലുള്ളതൊക്കെ കാണാൻ പറ്റും. അതെ, അവർ വന്നിട്ടുണ്ട് കേട്ടോ, ആങ്ങളെ നാത്തൂനാണ്. ഞാൻ ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലട്ടെ. എണ്ണ വെച്ച് നമുക്ക് ചെപ്പൂച്ച അവിടെ കിടക്കുന്നു, ചാറ് അതിലുണ്ട്. അല്ല, സബ്ജക്റ്റ് കണ്ടിന്യൂ ചെയ്തല്ലേ പോകണം. കാണുന്ന സെയിം ആൾക്കാരെ തന്നെ കാണുന്നു. ഫ്രൈ ഏകദേശം ആയ എണ്ണ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് തന്നെ ചായ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അവർക്കിപ്പോൾ ചായ കൊടുക്കണ്ടേ, അപ്പോൾ അത് കാരണം ചായ ഇട്ടുന്നു. നിക്കാക്ക 2 പഴംപൊരിയും കട്ട്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് വെച്ച് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഓരോന്നോരോന്നായിട്ടിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ മീൻ വരക്കാൻ നോക്കിയപ്പോഴത്തേക്കിനും ഈ സവാളയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം. കറിവേപ്പില, ഓഫ് ചെയ്യണ്ട. ഓഫ് ചെയ്യണ്ട. അടുത്തത് അല്ലല്ല, മറ്റേ ഇത് ഈ ഓണിയൻസ് വറക്കും. ഞാൻ പറഞ്ഞില്ലേ, പാല് പിഴിഞ്ഞപ്പോഴത്തേക്കിനും കറണ്ട് വന്നു. ഞാൻ എപ്പോഴാ പറഞ്ഞ പാല് പിഴിഞ്ഞ് കഴിയുമ്പോ കറണ്ട് വരുമെന്ന്. എന്തൊരു സൈക്കോയ. കറക്റ്റ് ആയല്ലേ? ഞാൻ എത്രയും എന്താ മറ്റേതാ ഇഷ്ടപ്പെട്ട ഒരു പാലൊഴിച്ചാലേ അല്ലെങ്കിൽ നിർമ്മാണയുടെ ടേസ്റ്റ് വരും. ഈ നക്കി നക്കി അങ്ങ് തീർക്കും. നോക്കണ്ടേ, അങ്ങനല്ലേ പറയൂ. ഇതിനകത്തേക്ക് ബീഫ് ഇത് ഓഫ് ചെയ്യാനായിട്ടുണ്ടാവുമല്ലോ. മതി, ഞാൻ 1-ാം പാൽ ഒഴിച്ചിരുന്നു. സെറ്റായി. ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് എടുക്കാം. ഇച്ചിരി പാമോയിൽ ഇച്ചിരി നെയ്യും കൂടി ഇട്ട് സവാള വറുത്താൽ മതി. ഇതങ്ങോട്ട് കൊടുത്താൽ നല്ല ബീഫാണ്. നല്ല ബീഫ്. എന്താ ഇത്ര വിസിലടുപ്പിച്ചൊന്നും നിർത്തിയിട്ടാ കുറച്ച് ഒരു 1 മതി. ഇനി നമുക്ക് ബിരിയാണിക്കും കൂടെ ചേർക്കാൻ നിർത്തിയിട്ടല്ല. അത് തന്നെ പറഞ്ഞ ബിരിയാണിക്കും കൂടെ ചേർക്കാൻ ഒരുക്കാൻ വേണ്ടിയിട്ടെന്നാ പറഞ്ഞത്. ബിരിയാണിക്ക് വേണ്ടി വരൂലേ, ഇതിനകത്ത് ഓൾറെഡി നെയ്യ് നല്ലോണം ഉണ്ട്. അപ്പോൾ അധികം വേണ്ട. സ്റ്റോക്ക് നല്ലതായിരുന്നു. നല്ല ഇച്ചിരി കൂടെ വെള്ളം ചേർക്കണ്ട. അല്ല, ഒന്ന് മൂടി വെക്കട്ടെ. ഇത് ഇച്ചിരി നേരം ഒന്നും കൂടി ഇതായാലും നല്ല സോഫ്റ്റായിട്ട് ഇതിന്റെ മസാല പിടിച്ചാൽ ഇപ്പൊ ഹാർഡാണിത്. അല്ല, മീറ്റ് ഹാർഡാണ്, ഇതിനകത്ത് നല്ല സോഫ്റ്റ് ആവുള്ളൂ. അല്ല, ഇതിനകത്തിട്ടാലേ ഇച്ചിരി മിക്സ് ആവത്തുള്ളൂ. മസാലയും പിടിക്കണ്ടേ, മസാലയ്ക്കകത്ത് ഞാൻ അത് വറുക്കുമ്പോൾ ഇടാല്ലേ, മറ്റേ ദമ്മിടുമ്പോൾ ഇടാല്ലേ.
ഇതിപ്പോൾ ഇതിനകത്തേക്ക് ഇടാം. പുതിന കിട്ടിയിട്ടില്ല, മല്ലിയില മാത്രം. പുതിന കിട്ടാ നല്ല സൂപ്പറായിരുന്നു അല്ലേ? അതെ, ഡീസൻ്റ് പുതിനയും കിട്ടില്ല, അല്ലെങ്കിൽ പുതിന കിട്ടും. എൻ്റെ പോട്ടിക്ക് ആടിൻ്റെ ഒരു സ്മെല്ല് വരും. പക്ഷെ അന്ന് ബീഫായിരുന്നെങ്കിൽ നല്ല ആടിൻ്റെ മണം വന്നു കഴിഞ്ഞാൽ പാടാം. പക്ഷെ ഇതിനകത്തിപ്പോൾ ഈ മസാലയുടെ കൂടെ നമുക്ക് ഇച്ചിരി മട്ടൻ മസാലയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ മറ്റേതിനകത്തൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു, ഇഷ്ടമാണ് തീർന്നു. കുറച്ചിട്ടാൽ മതി. ആ ഇട്ടോ. നീ ചോദിച്ചിട്ടും കൂടെ ചോറിടട്ടെ, കുറച്ചും കൂടി. വെല്ലുമാക്ക് ചോറൊക്കെ കഴിക്കാൻ ആദ്യം കൊടുത്തു കേട്ടോ. വെല്ലുമ്മ അവിടെ കിടപ്പായിരുന്നു, എന്നുവെച്ചാൽ കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വെല്ലുമാക്ക് ആദ്യം തന്നെ വിളിച്ച് ചോറൊക്കെ കൊടുത്ത് വെല്ലുമാടെ കാര്യം സെറ്റായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എറാത്താണെങ്കിൽ ഭയങ്കര ചർച്ചയും സംസാരവും ചിരിയും കളിയൊക്കെ ആയിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഇളയവൻ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. പുള്ളി അകത്ത് വരും വെളിയിൽ പോകും, അകത്ത് വരും വെളിയിൽ പോകും, ഇതന്നെയായിരുന്നു. എല്ലാവരും കൂട്ടം കൂടിയിരുന്ന് ചർച്ചയും ചിരിയും കളിയായപ്പോഴത്തേക്കിനും അതുവരെ ഉറങ്ങിക്കിടന്ന വീട് മൊത്തത്തിലൊന്നും ഉണർന്നിട്ടുണ്ടായിരുന്നു. മറ്റേത് ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പം നല്ല ജോളി മൈൻഡായിരുന്നു. പിന്നെ കേക്ക് മുറിക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്യാമെന്നും കൂടെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും അതിൻ്റെ ഒപ്പം അങ്ങോട്ട് കഴിയും. ഇത് എവിടെ കേറി നിൽക്കണ ഉമ്മിടെ പൊന്ന്? അയ്യോടാ, വന്നേ വാ, ഉമ്മിടെ കൂടെ വാ, ഉമ്മിടെ കൂടെ വാ, വാ. അല്ല അല്ല അല്ല, ഉമ്മിടെ പൊന്നു വായോ, ഉമ്മിടെ പൊന്നു വായോ. ഉമ്മിടെ ദായ്മ എവിടെ നിൽക്കണേ? ഉമ്മിടെ ദായ്മ എവിടെ നിൽക്കണേ? ആ ഇരിക്കെ, വന്നേ വന്നേ, ഇനി വന്നേ, ഇനി വന്നേ, വാ 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 വാ. എടാ കള്ള, വാ ഉമ്മിടെ പൊന്നു വാ. ആ വാ 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 വാ. അതിനെ അത് കുലുക്കി ചാടിക്കിട്ടാ. അങ്ങനെ ബിരിയാണിയും മപ്പാസും കറിയും ചോറും പത്തിരി പൊറോട്ട അങ്ങനെ എല്ലാം റെഡിയാക്കി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവിടെ നല്ല ചിരിയും കളിയും വർത്തമാനങ്ങളും ആയിരുന്നു. എല്ലാവരും കൂടുമ്പോൾ അത് പ്രത്യേക ഒരു തരം വൈബാണല്ലോ. അതായത് പല പല കാര്യങ്ങളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എന്താ ഹാപ്പി ബർത്ത്ഡേ ഷാമയിൽ. അവൻ്റെ പേര് ഷാമിൽ, പക്ഷെ എഴുതി വെച്ചേക്കണമൊക്കെ ഷാമയിൽ. എന്ത് പറയാനോ, എന്തായാലും കിട്ടിയതുകൊണ്ടാകട്ടെ. നമുക്ക് ക്യാൻഡിലൊക്കെ ഒന്ന് ചുമ്മാ കുത്തി, അയ്യോ മൊത്തം താഴെപ്പഴയാണല്ലോ, അവിടെ ഇവിടെയൊക്കെ കുത്തി വെക്കാം. ആ ഒരു പേരിൻ്റെ സ്പെല്ലിങ് മാറിപ്പോയി. SHAMIL എന്നായിരുന്നു, പക്ഷേ SHAMAIL എന്നാണ്. ഒരു എ എവിടുന്നോ വന്നു, ആ പേര് മൊത്തത്തിൽ മാറിപ്പോയി. അപ്പോൾ അത് കാരണം പിന്നെ എന്തെങ്കിലും ആവട്ടെ ഉള്ളത് കൊണ്ട് എന്താണ് ഇത് ചെയ്യാതെ തിരുത്താനും പിടിക്കാനും ഒന്നും പോയില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ക്യാൻഡിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 4-5 ക്യാൻഡിലൊക്കെ കത്തിച്ച് ഒക്കെ കൊണ്ടുവന്ന് ആ ഒരു എല്ലാവരും കൂടെ കൂട്ടം കൂടി ഇരിക്കുമ്പോൾ തന്നെ കൊണ്ട് കൊടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് മുറിക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ ഞാൻ വേറെ ടേബിളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട, ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് മുറിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്താണ് ആങ്ങളെ, പിന്നെ അതേപോലെ തന്നെ ആങ്ങളുടെ പെണ്ണും അവരുടെ ഉമ്മ വാപ്പ, പിന്നെ നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ സിറ്റ് ഔട്ടിലിരുന്ന് അവർ കേക്കൊക്കെ കട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് അവൾ പോണത് എന്താണെന്ന് വെച്ചാൽ അവളൊരു ഗിഫ്റ്റ് എങ്ങാണ്ട് അവനിക്ക് എന്താ ചെയ്തിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓടിയത്. അപ്പോൾ വന്ന് കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൾ ആ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്നപ്പോഴത്തേക്കിനും വലിയ രീതിക്ക് ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ആ ഒരു ബർത്ത്ഡേ നല്ല സന്തോഷമായിരുന്നു. ഇക്കാക്കയുടെ കയ്യിൽ കുറച്ച് മിഠായിരിപ്പുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് മിഠായിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ പൊട്ടിച്ച് അവിടെ ഇട്ടിട്ട് ജസ്റ്റ് ആ ഒരു കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നടന്ന് എല്ലാവരുടെയും വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഈ കേക്ക് മുറിച്ച് കഴിയുമ്പം പിന്നെ അത് ആരെങ്കിലും മുഖത്ത് ഒന്ന് തേക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. ഇത്തവണ ഞങ്ങൾക്ക് ഇരയായിട്ട് കിട്ടിയത് ബർത്ത്ഡേ ബോയിനെ അല്ല, എൻ്റെ സിസ്റ്റർ ഇത്താത്താനെയാണ് കിട്ടിയേക്കുന്നത്. അവളുടെ മുഖം നിറച്ച്
കേക്കിൽ കുളിപ്പിച്ച് വെച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ അവളുടെ കെട്ടിയൻ നാട്ടിലില്ല, പുള്ളീനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് മുഖത്ത് നിറച്ചായെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവിടുത്തെ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരുപാട് സമയം വൈകിയത് കാരണം പെട്ടെന്ന് തന്നെ പിന്നെ പോയി ഫുഡൊക്കെ എടുത്തായിരുന്നു. അപ്പം ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ബീഫ് ബിരിയാണി ആട്ടോ അത്. എനിക്ക് അത് ദം പൊട്ടിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പക്ഷെ നല്ല കിട്ടില്ല, അടിപൊളി. ആ ഒരു കഴിച്ചവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ബിരിയാണി. പിന്നെ ഉപ്പിച്ചിക്ക് ആദ്യം ഇവരെല്ലാവരും പൊറോട്ട അല്ലെങ്കിൽ പത്തിരി പിന്നെ മപ്പാസും കൂട്ടി കഴിച്ചിട്ടാട്ടോ ബിരിയാണി കഴിക്കുന്നത്. മപ്പാസ് കറിയും അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അവരെല്ലാവരും നല്ല രീതിക്ക് തന്നെ കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സും നിറഞ്ഞു, അവർ കഴിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മനസ്സും നിറഞ്ഞു. അങ്ങനെ ഒരു 11:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും പോയി. അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ട് ലാസ്റ്റിക്കാകെ ഗേറ്റും അടച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് സൽക്കാരത്തിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.